ഹായ് കൂട്ടുകാരെ, എവർക്കും മീരൂസ് മീഡിയ ടെക്കിൻ്റെ വ്യത്യസ്തമായൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ജൂലൈ 5 നാം ബഷീർ ദിനമായി ആചരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂലൈ 5. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ബഷീർ തന്നെ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? 1908 ജനുവരി 21. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം? സുവാർത്ത നൽകുന്നവൻ. ആദ്യം പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കഥ ഏത്? തങ്കം. ബഷീറിൻ്റെ പിതാവിൻ്റെ പേര്? കായ് അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര്? കുഞ്ഞാത്തുമ്മ. മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചതാര്? മമ്മൂട്ടി. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര്? കൊച്ചു മുഹമ്മദ്. ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് MB രഘുനാഥൻ രചിച്ച കൃതി ഏത്? ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ബാല്യകാലസഖി. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ബാലാമണിയമ്മ. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത്? നേരും നുണയും. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജ രാജകുമാരി. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് എങ്ങനെ? ടാറ്റ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക? ഉജ്ജീവനം. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര്? ഫാബി ബഷീർ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിൽ ഉള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏത്?
പ്രേമലേഖനം. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത്? പ്രേമലേഖനം. ബഷീർ വിവാഹിതനായത് എന്ന്? 1958 ഡിസംബർ 18. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഷാഹിന, അനീസ്. ബഷീർ അന്തരിച്ചത് എന്ന്? 1994 ജൂലൈ 5. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആര്? E.M. അഷറഫ്. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ? P.A. ബക്കർ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയതാര്? E.M. അഷറഫ്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളം ഒഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥ ഏത്? തേന്മാവ്. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏത്? മതിലുകൾ 1990. നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രം ആയത് ഏതു പേരിൽ? ഭാർഗവീ നിലയം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം? പത്മശ്രീ. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ. നട്ട് ഹംസൻ്റെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര്? പ്രേം നസീർ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്? ഓർമ്മയുടെ അറകൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം? 1993. സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ? ബാല്യകാലസഖി. ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം? 1993. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? അനീസ് അൻവർ. കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ്? M.N. വിജയൻ.
ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ്. ഏതാണ് ഈ കഥ? അനർഘ നിമിഷം. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.